കൃഷി ഇറക്കുന്നതിനുണ്ടായ കാലതാമസത്തിന് പുറമെ കിളിർക്കാത്ത നെൽവിത്തുകളും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ചെന്നിത്തല കൃഷിഭവന് കീഴിൽ 1-ാം വാർഡിൽ 3-ാം ബ്ലോക്കിലെ 250ഓളം ഏക്കറിലെ നെൽകർഷകരാണ് വിത്ത് വിതയ്ക്കാനാവാതെ പ്രതിസന്ധിയിലായത്. സർക്കാർ സബ്സിഡി നിരക്കിൽ നൽകിയ ഉമ ഇനത്തിൽപ്പെട്ട നെൽവിത്തുകൾ ചാക്കിൽ കെട്ടി 14 മണിക്കൂറോളം വെള്ളത്തിൽ നെടുനീർ കൊടുത്തിട്ട ശേഷമാണ് വിതയ്ക്കാനാവാതെ പോയത്. വെള്ളം പമ്പിംഗ് നടത്തിയും നിലം ഉഴുതും ഒരുക്കങ്ങൾ നടത്തിയ ശേഷം വിതയ്ക്കാനായി തൊഴിലാളികളെ വരുത്തിയെങ്കിലും നെൽവിത്തുകൾ പകുതി പോലും കിളിർക്കാത്ത അവസ്ഥയിലായിരുന്നു. ചില കർഷകർ വേറെ വഴിയില്ലാത്തതിനാൽ വിതയ്ക്കാൻ തയ്യാറായെങ്കിലും കൃഷി നഷ്ടത്തിലാകുമെന്ന ചിന്തയിലാണുള്ളത്. ഇതേ രീതി നിങ്ങൾ ഇത് നോക്കുക, ഇതൊരു 50% പോലും കിളിച്ചിട്ടില്ല. ഇത് സാധാരണപ്പെട്ട ഇത് പറയാൻ കാരണം ഇത് സാധാരണപ്പെട്ട പാവപ്പെട്ടവർ കർഷക തൊഴിലാളികളാണ് കൂടുതൽ ഇവിടെ പാട്ടം കൃഷി ചെയ്യുന്നത്. സ്വന്തമായിട്ട് നിലവൊന്നുമില്ല, പാട്ടം കൃഷി ചെയ്യുന്നത്. ഈ പാട്ടം കൃഷി ചെയ്യുമ്പം ഈ വിത്ത് പിന്നെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇനി പിന്നെ ഇതെങ്ങനെ കൃഷി ചെയ്യാൻ നോക്കും? ഈ രീതിയിൽ വിത്ത് തന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വിത്ത് കിട്ടിയത് അത് സർക്കാരിൻ്റെ വിത്തല്ല. ഇത് സർക്കാരിൻ്റെ വിത്താണോ? ഞങ്ങൾക്ക് വിത്തല്ല. സർക്കാരിന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സീലും കാര്യങ്ങളും ഈ ഇതിലുള്ളതാണ്. അതൊന്നുമില്ല. ഇത് പ്രൈവറ്റ് പാർട്ടിയെ കൊണ്ട് വിത്ത് നെല്ലടിപ്പിച്ച് ചാക്കിനകത്ത് വാരിക്കെട്ടി കൃഷിക്കാർക്ക് സപ്ലൈ ചെയ്യുക. കുറഞ്ഞ നിരക്കിൽ സർക്കാർ നൽകിയ നെൽവിത്തുകൾ പാഴായതോടെ പുറത്തുനിന്നും കിലോയ്ക്ക് 45 രൂപ നിരക്കിൽ നെൽവിത്ത് വാങ്ങി വീണ്ടും നെടുനീർ കൊടുത്ത് പാകാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. അതിന് ദിവസങ്ങൾ വേണ്ടിവരുമെന്നതിനാൽ ഏറെ സാമ്പത്തിക നഷ്ടവും അതിലുപരി സമയനഷ്ടവുമാണ് കർഷകർക്കുണ്ടാവുന്നത്. ഇന്ന് വിത്ത് പരിചയം കെട്ടിയാലും ഇനി 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ വിത്ത് ഇറക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഈ കിടക്കുന്ന നിലവെല്ലാം ഉണങ്ങും. ഇതിനകത്ത് കൊണ്ട് വിത്ത് കയറി അങ്ങനെ വിത്ത് പിടിക്കും. കടം വാങ്ങിയും പലിശയ്ക്കെടുത്തുമാണ് കർഷകർ കൃഷി ഇറക്കിയത്. ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ തങ്ങൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരം വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. സർക്കാർ നൽകിയ നെൽവിത്തുകൾ വിതയ്ക്കാൻ കഴിയാത്തതിനാൽ താറാവ് കർഷകർക്ക് നൽകുവാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. വിതയ്ക്കാൻ പിന്നെ ആളിനെയും കൊണ്ട് വന്ന് വിത്ത് വാരിയതാ. അന്നേരം വിതക്കാർ തന്നെ പറഞ്ഞ് ഇത് വിതയ്ക്കണ്ട, വിതച്ചാൽ പ്രയോജനമില്ല, നിങ്ങൾ പിന്നെ താറാവുകാർക്കും കൊടുക്കാൻ പറഞ്ഞു. താറാവുകാർക്ക് കൊടുക്കാൻ വേണ്ടി അത് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രൈവറ്റായിട്ട് 45 രൂപ വിലയ്ക്ക് ഞാൻ പോയി വിത്ത് എടുത്തുകൊണ്ട് വന്നേക്കുക. SD കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്നേഹാരാമ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന തലത്തിൽ NSS പ്രഖ്യാപിച്ച 3000ഓളം പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് വണ്ടാനം ആശുപത്രിയിലും പദ്ധതി ആരംഭിച്ചത്. 23 മുതൽ 29 വരെ കരുമാടി KK കുമാരപിള്ള ഗവൺമെന്റ് സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായാണ് പൂന്തോട്ട നിർമ്മാണം ആരംഭിച്ചത്. H. സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ലക്ഷ്മി ശങ്കർ, ഡോക്ടർ PK രതികല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പ്രദീപ്തി, വോളണ്ടിയർ പ്രതിനിധികളായ ഫഹദ് റഹ്മാൻ, അതുല്യ, റിയാസ്, ഷബ്ന, അക്ഷയ തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം തലവടി BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തകഴി ദേവസ്വം ബോർഡിലെ കുട്ടികൾ സപ്തദിന ക്യാമ്പിൽ NSSന്റെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളും വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് അവരുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചു. അതും കുഞ്ഞുങ്ങൾക്ക് ഹൃദ്യമായി തോന്നി. നമുക്കറിയാം കുഞ്ഞുങ്ങളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരുടെ സാധാരണ ആളുകൾ നടത്തുന്ന പ്രക്രിയയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരെ ഭാഗഭാക്കാക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നതും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ BRC ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ അവരെ മുൻനിരയിൽ തന്നെ ഉണ്ട് എല്ലാ സ്റ്റാഫ് അംഗങ്ങളും. ഇപ്പൊ ഈ ഒരു പ്രവർത്തനവും ഏറെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ അവർ നടത്തി. അതിന്റെ ഒരു സമാപനമാണ്. തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അരുൺ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, തലവടി BPC G. ഗോപലാൽ, BRC ട്രെയിനർ ജെയ്സൺ, CRCC കോർഡിനേറ്റർ മായ ലക്ഷ്മി അമ്മ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ഷീല കുമാരി, S. ബിൻസി എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ ക്യാമ്പിലെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇല ആൽബത്തിന്റെ പ്രകാശനവും തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ നിർവഹിച്ചു. പൂളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ വാഴച്ചിറ രാജിവെച്ചു. UDF മുന്നണിയിലെ ധാരണ പ്രകാരമാണ് 3 വർഷത്തിനു ശേഷം തങ്കച്ചൻ വാഴച്ചിറ രാജിവെച്ചത്. UDF മുന്നണിയിലെ ധാരണ പ്രകാരം
ആദ്യ 3 വർഷം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പ്രതിനിധിയായ തങ്കച്ചൻ വാഴച്ചിറയ്ക്കും തുടർന്ന് കോൺഗ്രസ് പ്രതിനിധികൾക്കുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം. ഇതനുസരിച്ചാണ് രാജി. കഴിഞ്ഞ 3 വർഷത്തെ പഞ്ചായത്തിന്റെ വികസന പദ്ധതികളിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും തുടർന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും തങ്കച്ചൻ പറഞ്ഞു. ഒരു ജനപ്രതിനിധിയായി കഴിഞ്ഞപ്പോഴാണ് ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുവാനും ഈ പഞ്ചായത്തിലെ 16 വാർഡിൽ ജനങ്ങളുമായി കൂടുതലായി ഇടപെടാൻ സാധിച്ചു. അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചു. ഒത്തിരി ആളുകളുമായി ഇടപെടാൻ സാധിച്ചു. ഈ പരിഹാരം കാണുവാൻ എനിക്ക് പറ്റിയത് എൻ്റെ കൂടെ പ്രസിഡൻ്റായിരുന്നവരെയും എൻ്റെ കൂടെ മെമ്പർമാരായിരുന്ന സഹോദരന്മാരും സഹോദരിമാരുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിരുന്നതാണ്. കൂടാതെ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പഞ്ചായത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കഴിഞ്ഞ 3 വർഷക്കാലം വളരെ നല്ല രീതിയിലാണ് എന്നോട് ഇടപെട്ടത്. ആ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ പുളങ്ങ് പഞ്ചായത്തിലെ 16 വാർഡുകളിൽ ആളുകൾ എന്താവശ്യമുണ്ടെന്ന് പറഞ്ഞത് പഞ്ചായത്തിൽ നിന്ന് സാധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥന്മാരുടെ ആ സ്നേഹപരമായ ഇടപെടൽ കൊണ്ടാണ്. ഞാൻ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. വരും വർഷങ്ങളിലും ഞാൻ നിങ്ങളിൽ ഒരുവനായി പഞ്ചായത്ത് മെമ്പറായി കൂടം കാണും. ഈ ഭരണസമിതിയുടെ കാലാവധി 2025 ഡിസംബർ 30-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അതുവരെ ഞാൻ ഇനി മെമ്പറായി തുടരും. നിലവിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും UDF കുട്ടനാട് നിയോജക മണ്ഡലം കൺവീനറുമാണ് തങ്കച്ചൻ വാഴച്ചിറ. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അഡ്വക്കേറ്റ് ആഷ്ലി നായർ ഉച്ചയ്ക്ക് 1:35-നാണ് രാജി സ്വീകരിച്ചത്. വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ചോളം ഏത് കാര്യത്തിൽ എപ്പം വിളിച്ചാലും പ്രസിഡന്റെ നമുക്ക് പോകാം, അല്ലെ മെമ്പർമാരെ നമുക്ക് പോകാം എന്നുള്ള ആ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 3 വർഷം ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ആയുരാരോഗ്യ ആയുസ്സും ഈശ്വരൻ കൊടുക്കട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇനിയും തുടർന്നും ദീർഘകാലങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ വലിയ സ്ഥാനത്തേക്ക് വരാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ അഭിലാഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസഫ് മാമ്പുത്ര, നീനു ജോസഫ്, ലീലാമ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുവിദ്യാലയങ്ങളിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ ICT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സിന്റെ 2022-25 ബാച്ചിന്റെ ഉപജില്ലാ ക്യാമ്പുകൾക്ക് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിൽ സമാപനമായി. 27-28 തീയതികളിലായി ചമ്പക്കുളം സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചായിരുന്നു ക്യാമ്പുകൾ. വിദ്യാഭ്യാസ ജില്ലയിലെ 3 ഉപജില്ലകളിലെ സ്കൂൾ യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത കുട്ടികൾക്കുള്ള സവിശേഷ പരിശീലനമാണ് 2 ദിവസങ്ങളിലായി ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. വിദ്യാഭ്യാസ ജില്ലയിലെ 20 ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ നിന്നുള്ള 160 കുട്ടികൾ പങ്കെടുത്തു. പ്രോഗ്രാമിംഗ്, ആനിമേഷൻ എന്നീ 2 മേഖലകളിൽ സ്കൂൾ തലത്തിൽ മികവ് തെളിയിച്ച കുട്ടികളാണ് ഉപജില്ലാ ക്യാമ്പുകളിൽ യോഗ്യത നേടിയെത്തിയത്. നമ്മൾ ഉറങ്ങി പോകുമ്പോൾ അത് അലർട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം, പിന്നെ പൈത്തൺ ഉപയോഗിച്ച് ഓരോ വർക്കൊക്കെ ചെയ്യുന്നത്, പിന്നെ ഫേസ് ഡിറ്റക്ടർ, ഫേസ് ഇപ്പം നമ്മളൊരു വീടിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പം നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്തല്ലേ തുറക്കുന്നത്, അപ്പോൾ അങ്ങനെ ഡിറ്റക്ട് ചെയ്ത് തുറക്കാനുള്ളത്, പിന്നെ നമ്മുടെ കൈ നീങ്ങുന്നതിനനുസരിച്ച് ലൈറ്റ് ഗ്ലോ ആവുന്നതൊക്കെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിംഗ്, മെഷീൻ ലേണിംഗ്, പൈത്തൺ കോഡിംഗ്, ബ്ലോക്ക് കോഡിംഗ്, ആർഡിനോ പരീക്ഷണങ്ങൾ എന്നിവ പ്രോഗ്രാമിംഗ് വിഭാഗത്തിലും 2D ആനിമേഷൻ, 3D ആനിമേഷൻ, ടൈറ്റിൽ ഗ്രാഫിക്സ്, തീം സ്ക്രിപ്റ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് എന്നിവ ആനിമേഷൻ വിഭാഗത്തിലും പരിശീലിപ്പിച്ചു. കൈറ്റ് മാസ്റ്റർ ട്രെയിനർമാരെ കൂടാതെ വിദ്യാഭ്യാസ ജില്ലയിലെ ലിറ്റിൽ കൈറ്റ്സ് മിസ്ട്രസ് മാസ്റ്റർമാരും IT കോർഡിനേറ്റർമാരും ക്യാമ്പുകളിൽ ക്ലാസുകൾ നയിച്ചു. ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബിലെ അംഗങ്ങൾക്ക് 8, 9, 10 ക്ലാസ്സുകളിലാണ് പരിശീലനം ലഭിക്കുന്നത്. സ്കൂൾ തലത്തിൽ നടക്കുന്ന ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് ഉപജില്ലാ തലത്തിലുള്ള ക്യാമ്പ് നടത്തുന്നത്. റോബോട്ടിക്സിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും ഒക്കെ അനന്ത സാധ്യതകളുള്ള ലോകത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പ്. ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ജില്ലാതലത്തിലും അതേ തുടർന്ന് സംസ്ഥാന തലത്തിലും പരിശീലന പരിപാടികളുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ആധുനിക സാങ്കേതിക വിദ്യകളിലെ മികച്ച പരിശീലനം ഈ ക്യാമ്പിലൂടെ കുട്ടികൾക്ക് ലഭിക്കും. പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്നവരെ ജില്ലാ ക്യാമ്പിൽ പങ്കെടുപ്പിക്കും. കൈറ്റ് മാസ്റ്റർ ട്രെയിനർ കോർഡിനേറ്റർ S. പ്രദീപ്, മാസ്റ്റർ ട്രെയിനർമാരായ MG ഉണ്ണികൃഷ്ണൻ, A. നസീബ്, ലിറ്റിൽ കൈറ്റ്സ് മിസ്ട്രസ്മാർ, മാസ്റ്റർമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്.
പുളിങ്കുന്ന് 1423 നമ്പർ NSS കരയോഗാംഗമായ തളിയാരത്ത് വീട്ടിൽ സരോജിനി അമ്മയ്ക്ക് കുട്ടനാട് താലൂക്ക് NSS യൂണിയൻ നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പറുമായ ഡോക്ടർ KP നാരായണപിള്ള താക്കോൽദാന കർമ്മം നിർവഹിച്ചു. എൻ്റെ അമ്മ എത്ര സന്തോഷത്തോടും സുഖത്തോടുമാണ് ജീവിക്കുന്നത്, അതുപോലെ എല്ലാ അമ്മമാരും ജീവിക്കണം. അമ്മ എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ വലിയ ദുഃഖം തോന്നി. അതാണ് നമുക്ക് ആ വീടിനെ റിപ്പയർ ചെയ്യുകയല്ല വേണ്ടത്. സന്തോഷത്തോടുകൂടി ദീർഘായുസ്സോടുകൂടി ദീർഘകാലം ഒരു നല്ല വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം വെളിച്ചം പകർന്ന് കഴിയാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിന് എത്ര പണച്ചെലവ് വന്നാലും നമുക്കതിനുള്ള വഴിയുണ്ട്. ദൈവം നമുക്കതിനുള്ള വഴി കാണിച്ചു തരും. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സരോജിനി അമ്മയുടെ പേരിൽ എഴുതിയ വസ്തുവിന്റെ ആധാരം പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ അഭിലാഷ് കൈമാറി. ചടങ്ങിൽ NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ വാഴച്ചിറ, NSS യൂണിയൻ സെക്രട്ടറി TG അനിൽകുമാർ, 11ാം വാർഡ് മെമ്പർ ജോസഫ് മാമ്പൂത്തറ, NSS യൂണിയൻ കമ്മിറ്റി അംഗം P വേലായുധൻ നായർ, കരയോഗം പ്രസിഡന്റ് ഹരികുമാർ, S കൃഷ്ണകുമാർ, ശ്രീദേവി രാജു തുടങ്ങിയവർ സംസാരിച്ചു. കേരള അഡ്വക്കേറ്റ്സ് ക്ലാർക്ക് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2024 കലണ്ടർ പ്രകാശനവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് KACA ചങ്ങനാശ്ശേരി യൂണിറ്റ് ഹാളിലായിരുന്നു പരിപാടി. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ KACA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം AD മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ 1/1/2024 പുതുവർഷം ആരംഭമാണ്. 3/1/2024 സിവിൽ കോടതികൾ തുറക്കുകയെങ്കിൽ പോലും ഈ 1/1/2024 മുതൽ പുതിയ പരിഷ്കരണങ്ങൾ വരാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. നമ്മളേവരും ഈ സമരങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾ പങ്കെടുക്കുകയുണ്ടായിരുന്നു. 20 ദിവസം പട്ടിണി സമരം നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ നടത്തിയെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ് ഇന്ന് നമ്മളോട് ആരായാനായിട്ട് ഈ ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. രാജ്യവും അതുപോലെ തന്നെ സുപ്രീം കോടതിയും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഫയലിംഗ് സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയും ഏതാണ്ട് 7000-ൽ പരം കോടി രൂപ അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. KACA കോട്ടയം ജില്ലാ പ്രസിഡന്റ് T ജയകുമാർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി സുധീർ ബാബു കലണ്ടർ പ്രകാശനം ചെയ്തു. കോട്ടയം ജില്ലാ സെക്രട്ടറി KC ബിനു, ട്രഷറർ PP റെജി, മറ്റു ഭാരവാഹികളായ KS ബാബു, KK സുരേഷ് കുമാർ, ജോൺസൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിച്ച മാന്നാർ മേൽപ്പാടം സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് പള്ളിയുടെ കൂദാശ കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു. വിശുദ്ധ മൂന്നുമേ കുർബാനയിലും ചടങ്ങുകളിലും പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണ്ടേ. ദൈവം തമ്പുരാൻ. കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഈ മേൽപ്പാട പ്രദേശത്തിന്റെ ആത്മീയമായ ചൈതന്യവും ഭൗതികമായ വളർച്ചയ്ക്കും വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു ഇടവകയാണ് മേൽപ്പാടം സെന്റ് കുര്യാക്കോസ് ഇടവക. ഈ ഇടവകയിലെ അംഗങ്ങളുടെയും നിങ്ങളുടെ പരിശ്രമപരമായി ഇത്രയും മനോഹരമായ ഒരു ദേവാലയം അത് പുതുക്കി പണിയാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമവും പ്രാർത്ഥനയും കൊണ്ട് നടന്നിരിക്കുന്നു. തീർച്ചയായും ഇത് നമ്മുടെ നാടിന് വലിയ അനുഗ്രഹമാണ് എന്നുള്ള കാര്യത്തിൽ ആവശ്യമില്ല. ഇവിടെ അർപ്പിക്കപ്പെടുന്ന കുർബാനയും നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും ഒക്കെ തന്നെ ക്രൈസ്തവ വിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതിന് സഹായകരമാകുന്ന ഒരു ദൈവത്തിൻ്റെ ആലയമായി ഈ ആലയം, ഈ ദേവാലയം എന്നും തലയുയർത്തി നിൽക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമ്മേളനത്തിൽ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ മുഖ്യ സന്ദേശം നൽകി. പരുമല സെമിനാരി മാനേജർ KV പോൾ റംബാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാർത്തോമ ഇടവക വികാരി റവറൻ KM ജോൺസൺ, ഫാദർ കുരുവിള മാത്യു, ഇടവക വികാരി ഫാദർ വർഗീസ് മാത്യു, വിയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ P ഓമന,
പഞ്ചായത്ത് അംഗം ജോസഫ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ഇടവകയിലെ മുൻ വികാരിമാരായ ഫാദർ ജോർജ് പനക്കാമറ്റം, ഫാദർ A.T. ഗീവർഗീസ്, ഫാദർ വർഗീസ് ചാക്കോ, ഫാദർ കുരുവിള മാത്യു, ഫാദർ കുര്യൻ മാത്യു എന്നിവരെയും നിർമ്മാണ കമ്മിറ്റി കൺവീനർ തോമസ് വർഗീസ്, ആർക്കിടെക്ട് റീജോ നൈനാൻ എന്നിവരെയും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ബാലസംഘം ചമ്പക്കുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാലദിനാഘോഷയാത്രയും സമ്മേളനവും നടത്തി. CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ 85 വർഷത്തിനിടയിൽ പല കൂട്ടുകാർ നമ്മുടെ എതിരാത്ത് വന്നിട്ടുണ്ട്. ബാലസംഘത്തിനകത്ത് വന്നത് 85 വർഷത്തിനിടയ്ക്ക് പല കൂട്ടുകാർ നമ്മുടെ ബാലസംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ആ കൂട്ടുകാരൊക്കെ ഇപ്പൊ എവിടാ ബാലസംഘത്തിൽ വന്ന കൂട്ടുകാരൊക്കെ ഇവിടെ പറഞ്ഞതുപോലെ നല്ലപോലെ പഠിച്ച് നല്ല ജോലി മേടിച്ച് നല്ല കുടുംബമായി നല്ല രൂപത്തിൽ എന്ത് ചെയ്യാണ് ജീവിക്കുക. എങ്ങനെ ജീവിക്കുക നല്ല രീതിയിൽ ജീവിക്കുകയാണ്. നമ്മുടെ ബാലസംഘത്തിന്റെ മുദ്രാവാക്യം എന്താ? അതെല്ലാരും ഒന്നിച്ചു പറഞ്ഞു. ബാലസംഘം മേഖലാ പ്രസിഡന്റ് അനന്തു ഗോപിദാസ് അധ്യക്ഷത വഹിച്ചു. മേഖലാ കൺവീനർ KP അഭിലാഷ്, T മനു, ബെന്നി വർഗീസ്, ബീന സാബു എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബാലസംഘത്തിന്റെ 85ാം വാർഷികമാണ് ആചരിച്ചത്. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആഘോഷപൂർവ്വം നടന്നുവന്ന 12 നോയമ്പ് മഹോത്സവത്തിന് കൊടിയിറങ്ങി. ചക്കരക്കുളത്തിൽ ആറാട്ടോടെയായിരുന്നു സമാപനം. ആനപ്രമ്പാൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് കാവടി, കരകം, മാൻമയിലാട്ടം, തെയ്യം, അമ്മൻകുടം, പൂക്കാവടി, നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി നടന്ന ഘോഷയാത്ര ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ സമാപിച്ചതോടെ പ്രസിദ്ധമായ ചക്കരക്കുളത്തിൽ ആറാട്ട് നടന്നു. ക്ഷേത്ര മുഖ്യ കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ആനപ്രമ്പാൽ മുത്താരമ്മൻ കോവിലിൽ നിന്നാരംഭിച്ച കാവടി, കരകം ഘോഷയാത്ര ചക്കുളത്തുകാവിലെത്തിയതോടെ ചക്കുളത്തമ്മയുടെ ഇഷ്ട വഴിപാടായ മഞ്ഞനീരാട്ട് നടന്നു. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് അടുപ്പ് കൂട്ടിയ ശേഷം വാർപ്പിൽ മഞ്ഞൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ചേർത്ത് തിളപ്പിച്ചെടുത്ത മിശ്രിതം കവുങ്ങിൻ പൂക്കുല ഉപയോഗിച്ച് ഭക്തർ തളിച്ചാണ് മഞ്ഞനീരാട്ട് നടത്തിയത്. 12 നാളത്തെ വ്രതാനുഷ്ഠാനത്തോടുകൂടിയാണ് ഭക്തർ ഈ ചടങ്ങിൽ പങ്കെടുത്തത്. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരും മഞ്ഞനീരാട്ടിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. മഞ്ഞനീരാട്ടിന് ശേഷം തൃക്കൊടിയിറക്കോടുകൂടി 12 ദിവസം നീണ്ടുനിന്ന മഹോത്സവം സമാപിച്ചു. തിരുവുത്സവ ദിവസങ്ങളിൽ കേരളത്തിനകത്തും പുറത്തുനിന്ന് ആയിരങ്ങൾ ഇരുമുടിക്കെട്ടുകളുമേന്തി ദർശനത്തിനെത്തിയിരുന്നു. വിവിധ ചടങ്ങുകളിലായി 10,000 പങ്കെടുത്തെന്ന കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി പറഞ്ഞു. ചടങ്ങുകൾക്ക് മീഡിയ കൺവീനർ അജിത് കുമാർ പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് MP, സെക്രട്ടറി PK സ്വാമിനാഥൻ എന്നിവർ നേതൃത്വം നൽകി. കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് ഒറ്റവീൽ സൈക്കിളിൽ സാഹസിക യാത്ര നടത്തുകയാണ് കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശി സനീദ്. കുട്ടനാട്ടിലൂടെ കഴിഞ്ഞ ദിവസമാണ് സനീദും കൂട്ടുകാരും കടന്നുപോയത്. ഈ സാഹസിക സഞ്ചാരിയുടെ വിശേഷങ്ങളിലേക്ക്. കണ്ണൂർ സ്വദേശികളായ സനീദും താഹിറും ജുനൈദും 12 ദിവസം മുമ്പാണ് കന്യാകുമാരിയിൽ നിന്നും സൈക്കിളിൽ കാശ്മീരിലേക്ക് യാത്ര ആരംഭിച്ചത്. സേ നോ ടു ഡ്രഗ് എന്ന സന്ദേശവുമായാണ് സാഹസിക യാത്ര. നാടു കാണാൻ ഇറങ്ങുമ്പോൾ അതല്പം സാഹസികമായി തന്നെ വേണമെന്ന ചിന്തയാണ് സനീദിനെ ഒറ്റവീൽ സൈക്കിൾ യാത്രയിലേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ 1060 കിലോമീറ്റർ ഒറ്റ ചക്രത്തിൽ യാത്ര ചെയ്തു. 21 ദിവസം വിശ്രമിച്ച ശേഷം സൈക്കിളുകളുടെ തകരാറുകളൊക്കെ പരിഹരിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു. 4600 കിലോമീറ്റർ യാത്ര 6 മാസം കൊണ്ട് പൂർത്തിയാക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം. വേൾഡ് ടൂറും വേൾഡ് റെക്കോർഡും ഒക്കെ ഈ ചെറുപ്പക്കാരുടെ സ്വപ്നമാണ്. എന്റെ പേര് സനീദ്. ഞാൻ കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയാണ്. ഞാൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സൈക്കിളിൽ പോയിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ഫ്രണ്ട് വീലാണ്. ഇപ്പൊ കന്യാകുമാരി ടു കാശ്മീർ പോയിക്കൊണ്ട് കാണാം. അന്നത്തേക്ക് ഒരു 12 ദിവസമായി സ്റ്റാർട്ട് ചെയ്ത്. ഇതിൽ 4 ദിവസം മഴ കൊണ്ടുപോയി. ഇപ്പോ കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4600 കിലോമീറ്റർ, 6 മാസം നീണ്ടു പോയി യാത്ര.
ഇതെന്റെ ഒരു ഡ്രീം റൈഡ് ആണ്. അപ്പോൾ അതിന് ഞാൻ കൊടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേ നോ ടു ഡ്രഗ്സ്, ഡ്രഗ്സിനെതിരെ. എന്റെ ബാക്കിലുണ്ട് ബോർഡ്. അപ്പോൾ ഇതൊരു വേൾഡ് റെക്കോർഡ് കൂടിയാണ്. പക്ഷേ എന്താ പറയാ, വേൾഡ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും, 1.5 മുകളിലാവും. അപ്പോൾ നമ്മളത്ര എമൗണ്ട് ഇല്ല, അതുകൊണ്ട് നമ്മള് അത് കൊടുത്തില്ല. പക്ഷെ പോകുന്ന വഴിയിൽ ആരെങ്കിലും സെറ്റ് ആവലാണെങ്കിൽ വേൾഡ് റെക്കോർഡ് കൊടുക്കും, അവിടുന്ന് വേൾഡ് ടൂർ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം പോസിബിൾ ആണെന്ന് തോന്നുന്നു. യാത്രയ്ക്ക് തൽക്കാലം സ്പോൺസർമാരില്ല. മൂവരും ചേർന്ന് സമാഹരിച്ച തുകയൊക്കെ ഇതിനോടകം ചെലവായി. കേരളം കടന്നാൽ ജോലി ചെയ്ത് യാത്ര തുടരാൻ തന്നെയാണ് തീരുമാനം. ഡ്രീം റൈഡ് പൂർത്തിയാക്കാൻ 6 മാസം വേണ്ടിവരുന്നതും ഇതിനാലാണ്. ഒറ്റച്ചക്രത്തിൽ ഉയരങ്ങൾ താണ്ടാൻ പരിശ്രമിക്കുന്ന സനീദിനും പിന്തുണയായി കൂടെ ചവിട്ടുന്ന താഹിറിനും ജുനൈദിനും KCB ന്യൂസിന്റെ ആശംസകൾ. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായി ശ്രദ്ധ നേടുകയാണ് പെൺചിരാത് എന്ന ഏകാംഗ നാടകം. ബെനോ ആയില്യം രചിച്ച നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗിരീഷ് ചമ്പക്കുളമാണ്. തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളാണ് നടീനടന്മാർ. അമ്പലപ്പുഴയിലെ അഖില കേരള ഏകാംഗ നാടക മത്സരത്തിൽ അവതരിപ്പിച്ച നാടകം നിറഞ്ഞ കയ്യടി നേടി. കരുനാഗപ്പള്ളി സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിലും കൊല്ലം ജില്ലാ കലോത്സവത്തിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ശേഷമാണ് പെൺചിരാത് എന്ന നാടകം അമ്പലപ്പുഴയിലേക്ക് എത്തുന്നത്. മികച്ച നാടകത്തിനും മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ സബ് ജില്ലയിൽ ലഭിച്ചു. ജില്ലാതലത്തിൽ A ഗ്രേഡും കല്യാണിയായി അഭിനയിച്ച കൊച്ചുമിടുക്കി തീർത്ഥ ബിജുവിനെ മികച്ച നടിയായും തിരഞ്ഞെടുത്തു. സ്കൂൾ നാടകമെന്ന് ചെറുതായി കാണേണ്ടെന്നും സമൂഹത്തിലേക്ക് ചില സന്ദേശങ്ങൾ പകർന്നു നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കുട്ടികൾ പറയുന്നു. സമകാലിക സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം, അതിനെ ഒരു മത്സരമെന്നതിലുപരി സമൂഹത്തിലേക്ക് എത്തിക്കുക, ആ ഒരു ലക്ഷ്യമായിട്ട് ഞങ്ങൾ സ്കൂൾ നാടകമാണ് സംഭവം എങ്കിലും ആ ഒരു ലക്ഷ്യത്തോടെ ഞങ്ങൾ തുടങ്ങിയതാണ്. സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തുടങ്ങിയതാ ഒരു 6 മാസത്തോളം. തിയേറ്റർ സങ്കേതവും സർറിയലിസവും ചേർന്ന അവതരണ രീതിയാണ് പെൺചിരാത് എന്ന നാടകത്തിൽ പരീക്ഷിച്ചിരിക്കുന്നതെന്ന് രചയിതാവ് ബെനോ ആയില്യം വ്യക്തമാക്കി. നിലവിലെ സ്കൂൾ നാടകങ്ങളുടെ പാറ്റേണിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു പാറ്റേണാണ് ഞങ്ങളിവിടെ ഈ തഴവ ആദിത്യവിലാസം സ്കൂളിന് വേണ്ടി ഞങ്ങൾ അവലംബിച്ചത്. കാര്യം സർറിയലിസം എന്ന് പറയുന്ന ഒരു തിയേറ്ററിക്കൽ മൂഡും അതുപോലെ തന്നെ നമ്മുടെ ലൈഫും കൂടി ചേർന്നുള്ള ഒരു രചനാരീതിയും സംവിധാന ശൈലിയുമാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടകം പല സ്ഥലങ്ങളിൽ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അത് കൂടുതലും ബുദ്ധിജീവി നാടകക്കാരെന്ന് സ്വയം മേനി നടിക്കുന്ന ചില നാടകക്കാർ ഇതിനെ കുഞ്ഞുവായിൽ വലിയ വർത്തമാനം പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഈ നാടകത്തെ ആക്ഷേപിക്കുന്ന സമീപനം നമ്മൾ ജില്ലയിൽ നാടകം അവതരിപ്പിച്ച ശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ ബോധപൂർവമായ ഒരു ചവിട്ട് ഞങ്ങളുടെ ഈ നാടകത്തിന് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ഈ നാടകം ഇത് നൽകുന്ന മെസ്സേജ് സമൂഹത്തിലേക്ക് എത്തണമെന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ കുട്ടികൾ ഈ നാടകം ഇന്നിവിടെ അവതരിപ്പിക്കാൻ തയ്യാറായത്. കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികളെ അതിൻ്റെ എല്ലാ തീഷ്ണതയോടെയും രംഗത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ നാടക നടൻ കൂടിയായ ഗിരീഷ് ചമ്പക്കുളത്തിൻ്റെ സംവിധാന മികവ് നാടകത്തിൻ്റെ ആദ്യാവസാനം പ്രകടമാണ്. അഭിനേതാക്കൾ കുട്ടികളാണെന്ന ചിന്ത തുടക്കത്തിലെ തന്നെ പ്രേക്ഷകന് നഷ്ടപ്പെടും. ഇന്ന് ഈ നാടകത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ അവരോട് എന്തു പറഞ്ഞു കൊടുക്കുന്നു അതിൽ 100 ഇരട്ടി നമുക്ക് തിരിച്ചു തരികയായിരുന്നു തഴവ ആദിത്യവിലാസം സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. ഇത് ബെനോ ആയില്യത്തിൻ്റെ ശക്തമായ ഒരു രചന. ഇന്ന് സമൂഹം നേരിടുന്ന, കുഞ്ഞുങ്ങൾ നേരിടുന്ന ഭീകരമായ ഒരു അവസ്ഥയെ രചനാതലത്തിലൂടെ നാടകം സൃഷ്ടിക്കുകയായിരുന്നു. അത് ചിട്ടപ്പെടുത്തുക എന്ന ചുമതല മാത്രമായിരുന്നു എനിക്ക്. ഇതിന് ഊർജവും ശക്തിയൊക്കെ തന്നത് അവിടുത്തെ PTA കമ്മിറ്റി അംഗങ്ങളും അവിടുത്തെ ടീച്ചേഴ്സുമാണ്. അപ്പം നാടകം എപ്പോഴും നാടിനകമാണ് എന്ന് ചിന്തിക്കുന്നതാണ്. നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ അത് സ്പർശിച്ചുകൊണ്ട് അതിഗംഭീരമായി അരങ്ങിൽ പകർന്നാടുകയാണ്
നാടകമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർത്ഥ ബിജു, ആദിത്യൻ, അഭിനവ് ബാബു, ബോബിൻ ബി ജോർജ്, ശ്രീകേഷ്, ഹിമായസ് കുമാർ, വൈഗ എന്നിവരാണ് അഭിനേതാക്കൾ. സ്കൂൾ നാടകങ്ങളുടെ പതിവ് ശൈലിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതിനാൽ കേരളത്തിലെ വിവിധ വേദികളിലേക്ക് നാടക സംഘത്തെ ക്ഷണിക്കുന്നുണ്ട്. സ്കൂൾ PTA പ്രസിഡന്റ് ബിജു വയലിൽ, അധ്യാപകർ തുടങ്ങി നിരവധി പേരുടെ പിന്തുണയുമായാണ് സംഘത്തിന്റെ ജൈത്രയാത്ര. ധനുമാസ സന്ധ്യയിൽ മാന്നാർ കുരുട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്രമുറ്റത്ത് നടന്ന മെഗാ തിരുവാതിര കാണികൾക്ക് ആവേശം പകർന്നു. ശ്രീ ഭുവനേശ്വരി സ്കൂളും പാട്ടമ്പലം ദേവസ്വവും ചേർന്ന് നടത്തിയ മെഗാ തിരുവാതിരയിൽ 300ഓളം വനിതകളാണ് പങ്കെടുത്തത്. സ്കൂളിലെ കുട്ടികൾ, അധ്യാപകർ, അനധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷാകർത്താക്കൾ, കുരട്ടിക്കാട് NSS വനിതാ സംഘം അംഗങ്ങൾ, ചെന്നിത്തല, മാന്നാർ പ്രദേശങ്ങളിലെ തിരുവാതിര സംഘാംഗങ്ങൾ എന്നിവർ മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തു. NSS വനിതാ സമാജം പ്രസിഡന്റ് വത്സല ബാലകൃഷ്ണൻ, ദേവസ്വം പ്രസിഡന്റ് B ശ്രീകുമാർ, സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തി സദൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ R രാജീവൻ, മോഹനചന്ദ്രൻ, G ഗണേഷ്, ബിന്ദു M പിള്ള, നൃത്താധ്യാപിക രശ്മി എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. 22 മിനിറ്റ് ദൈർഘ്യത്തിൽ 5 പാട്ടുകളാണ് അവതരിപ്പിച്ചത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5830 രൂപ, പവന് 46,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.